ഗൈസ് ഈ കാൾപ്പ ഉണ്ടല്ലോ എൻ്റെ പൊന്നു മാർക്കറ്റിങ്ങിൻ്റെ ഉസ്താദ് അല്ലെങ്കിൽ എനിക്ക് പുള്ളി കാരണമാണ് നത്തിങ് ഫോൺ എടുക്കാൻ എനിക്ക് മാത്രമല്ല എടുക്കാൻ പോകുന്ന എല്ലാവരെയും കുറിച്ച് എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. എനിക്ക് ആദ്യമൊക്കെ പുള്ളിനോട് നല്ല മതിപ്പായിരുന്നു കേട്ടോ. കാരണം 10 പൈസ ചിലവില്ലാണ്ട് കിടുവായിട്ട് യൂട്യൂബ് മുഴുവനും പ്രൊമോഷൻ വാങ്ങിക്കൂട്ടിയതാണല്ലോ പുള്ളി നത്തിങ് ഫോൺ കൊണ്ടുകൊണ്ട്. നല്ലൊരു മാർക്കറ്റിംഗ് ടാക്ടിക്സ് ആയിരുന്നു. പക്ഷേ ഇൻവൈറ്റ് ഓൺലി എന്നൊക്കെ പറഞ്ഞ് ഒരു പരിപാടിയൊക്കെ ഇറക്കി ലിങ്കൊക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തെടുത്ത് അവർ രജിസ്റ്റർ ചെയ്ത് ഒരു റാങ്ക് ലിസ്റ്റൊക്കെ ഉണ്ടാക്കി അതിനുശേഷം റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മുകളിലുള്ളവർക്ക് കുറച്ച് പേർക്കൊക്കെ കോഡൊക്കെ കൊടുത്ത് ആ കോഡ് വഴി 2000 രൂപ അടച്ച് നമുക്ക് പ്രീ ബുക്കൊക്കെ ചെയ്യാൻ പറ്റും. ആ കോഡ് വെച്ച് 2000 രൂപ അടച്ച് പ്രീ ബുക്ക് ചെയ്തവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എന്തോ ഒരു കാര്യം അച്ചീവ് ചെയ്ത പോലെ. പക്ഷേ ആ പരിപാടി ഇറക്കി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും കോഡും ഇല്ല ഒരു കുന്തവും ഇല്ല. നേരെ ഫ്ലിപ്കാർട്ടിൽ പോവുക, പ്രീ ഓർഡർ ചെയ്യുക, 2000 രൂപ അടയ്ക്കുക, പ്രീ ഓർഡർ ഏത് മനുഷ്യനായാലും പോയിട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്തിനായിരുന്നു ഈ ഒരു കോഡും കാര്യങ്ങളൊക്കെ? എന്നാൽ പ്രീ ഓർഡർ ചെയ്ത ആൾക്കാർക്ക് വേറെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ആ ഫ്ലിപ്കാർട്ടിൽ ഇതേക്കുന്ന എന്താണ് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ, ഫ്ലിപ്കാർട്ടിൻ്റെ തന്നെ കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ പരിപാടി, പിന്നെ എക്സ്ചേഞ്ച് ഓഫർ കിട്ടുന്നുണ്ട്, നോ കോസ്റ്റ് EMI ലഭിക്കുന്നുണ്ട്, കൂടെ ഫ്രീ ബീസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഫ്രീ ബീസ് എന്ന് പറയുന്നത് അവരുടെ തന്നെ സ്വന്തം ഇയർ 1 ആയിരിക്കണം. കാരണം ആ ഒരു പേജിൽ അതാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഒരു 5000 രൂപയുടെ ഇയർ 1 കൂടുതൽ കൊടുക്കുന്നുണ്ട്, അതാണ് ഫ്രീ ബി എന്ന്. പക്ഷേ പ്രൈസും നിങ്ങൾ നോക്കണം. അല്ലാണ്ട് എന്താണ് ഈ ഒരു പ്രീ ബുക്കിംഗ് കൊണ്ട് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഇന്ന് രാത്രിയാണ്, ഇന്ന് രാത്രി 8 മണിക്കെങ്ങാണ്ടുമാണ് ലോഞ്ച്. പക്ഷേ എടുത്ത് ചാടുന്നതിന് മുന്നേ ഇതുവരെ നമുക്ക് ആ ഒരു ഫോണിനെ കുറിച്ച് എന്തൊക്കെയാണ് അറിയാവുന്നത്? നിങ്ങൾ ഇപ്പോൾ തന്നെ എത്ര രൂപയ്ക്കാണ് വിൽക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ലീക്കായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അത് മേടിക്കണോ വേണ്ടയോ വിശദമായിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ പകുതി മുക്കാൽ ആൾക്കാരും വാവ് എന്നൊക്കെ പറയുന്നത് ഡിസൈൻ കാരണമാണ്. കാരണം എല്ലാ പ്രമുഖ യൂട്യൂബർമാരും അങ്ങ് ഇംഗ്ലീഷ് യൂട്യൂബർമാരും ഹിന്ദി യൂട്യൂബർമാരൊക്കെ പുറകിലുള്ള ലൈറ്റുകളെയാണ് പ്രധാനമായിട്ടും എടുത്ത് കാട്ടുന്നത്. അതായത് റിംഗ് ടോൺ അനുസരിച്ച് ലൈറ്റുകൾ മിന്നി കത്തുന്നു, ചാർജ് ചെയ്യുമ്പോൾ പുറകിൽ ലൈറ്റ് കത്തുന്നു, എല്ലാം ആ ലൈറ്റിനെ ചുറ്റിപ്പറ്റിയിട്ട് തന്നെയാണ് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാത്ത പക്ഷം ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിലും ഒരു മെറ്റാലിക് ഫ്രെയിം വന്നിട്ടുണ്ട്, ബാക്ക് സൈഡിൽ ഗ്ലാസ് ഉണ്ട്, വയർലെസ് ചാർജിങ്ങും റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും. പൊതുവേ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലൊക്കെയാണ് റിവേഴ്സ് വയർലെസ് ചാർജിങ് വരാറ്. എന്തിന്? ഐഫോണിന് ഇപ്പോഴും ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീച്ചറും കൂടി നമുക്ക് ഈ ഒരു പ്രൈസ് പോയിന്റ് ഞാൻ പറയാം. എന്തായാലും ആ ഒരു പ്രൈസ് പോയിന്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് കാണുമ്പോൾ ഓക്കെ, അത്യാവശ്യം ബാക്ക് സൈഡിൽ നമുക്ക് കുറച്ച് പ്രീമിയംനെസ് തോന്നിക്കുന്നുണ്ട്. ബിൽഡ് വൈസ് ആണെങ്കിലും ആ ഒരു ഡിസൈൻ വൈസ് ആണെങ്കിലും ചെറിയൊരു യുണീക്ക് ഫാക്ടർ ഉണ്ട്. പക്ഷെ ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ ടോട്ടൽ ബെസൽലെസ് സ്ക്രീൻ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് വരുത്തിയ റൂമറുകൾ ഉണ്ടായെങ്കിലും ടോട്ടൽ ബെസൽലെസ് ഒന്നുമല്ല. അത്യാവശ്യം തിക്കായിട്ടുള്ള ബെസൽസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഐഫോൺ 10R ഉണ്ടായ കൂട്ട് ഒരു തിക്നെസ് ഉള്ളൊരു ബെസലാണ് എനിക്ക് ഇവിടെയും കാണാൻ വരുന്നത്. പക്ഷേ ഫോണിൻ്റെ ഡിസ്പ്ലേ AMOLED ആണ്, അതിൽ യാതൊരു സംശയം വേണ്ട. കാരണം ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറിൻ്റെ ഒരു സാധനം പല ലീക്ക് വീഡിയോയിലും കണ്ടായിരുന്നു. അതുമാത്രമല്ല സ്മൂത്ത് ഡിസ്പ്ലേ ആണ്, 120 Hz ആണ്. 120 Hz ആണ് എന്നുള്ളതിൻ്റെയും തെളിവുകൾ പല സ്ഥലങ്ങളിലുമായിട്ടും പുറത്ത് വന്നിട്ടുണ്ട്. ചെറിയ ടോഗിളൊക്കെ ഉണ്ട് സ്മൂത്ത് ഡിസ്പ്ലേയുടെ. ആൻഡ് ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് ചെറിയൊരു പഞ്ച് ഹോൾ ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ പഞ്ച് ഹോൾ ലെഫ്റ്റ് സൈഡിൽ എത്ര പേർക്കാണ് ഇഷ്ടം? പൊതുവേ ആൾക്കാർക്ക് മിഡിലാണ് ഇഷ്ടം. പക്ഷേ ഈ പഞ്ച് ഹോൾ അത്യാവശ്യം വലുതുമാണ്, ലെഫ്റ്റ് സൈഡിലുമാണ്. മേ ബി ഇങ്ങനെ ഫോൺ പിടിക്കുന്ന സമയത്ത് ഡിസ്ട്രാക്ഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാവാം. പക്ഷേ ആൾക്കാരൊക്കെ ഞെട്ടിച്ചൊരു കാര്യമാണ് ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 778G+ ആണ് ഇതിൻ്റെ കൂടെ വരുന്നത്. പല ആൾക്കാരും 7 Gen 1 വരുമെന്ന് പറഞ്ഞു, 888 വരുമെന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നുമല്ല, 778G+ ആണ് വരുന്നത്. 778G+ഉം അതേപോലെ 778Gയും നോർമൽ, അത് രണ്ടും കമ്പയർ ചെയ്യുവാണെങ്കിൽ പെർഫോമൻസ് വൈസ് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അങ്ങനെ കാര്യമായിട്ട് പറയാൻ പറ്റുന്ന വ്യത്യാസങ്ങളൊന്നുമില്ല. ബാറ്ററി ലൈഫിലായിക്കോട്ടെ. ആകെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ വയർലെസ് ചാർജിങ് പ്ലസ് റിവേഴ്സ് വയർലെസ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു പ്ലസ് വേരിയൻറ്റിൽ. കുറച്ച് ചെറിയ രീതിയിൽ കസ്റ്റമൈസേഷൻസ്, മേ ബി മോഡം ആയിക്കോട്ടെ, മോഡമിൻ്റെ 5G ബാൻഡുള്ള രീതിക്ക് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള കസ്റ്റമൈസേഷൻ അല്ലാണ്ട് പെർഫോമൻസ് വൈസ് കാര്യമായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒന്നും ഈ രണ്ട് ചിപ്സെറ്റും തമ്മിലില്ല. സോ കമ്പാരിറ്റീവ്ലി പ്രോസസർ വൈസ് വെച്ച് മാത്രം പെർഫോമൻസിനെ നമ്മൾ ജഡ്ജ് ചെയ്യണമെങ്കിൽ സാംസങ്ങിൻ്റെ M52 ഫോണിൽ M52 5Gയിൽ ഈ ഒരു 778 ആയിരുന്നു, A73 അതായിരുന്നു, iQC6 Proവിനകത്തും ഈ ഒരു 778 ആയിരുന്നു. അപ്പോൾ ആ ഒരു മിഡ് റേഞ്ച് പെർഫോമൻസ് ആണ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ ഒരു പെർഫോമൻസ് കില്ലർ എന്നൊന്നും പറയാൻ പറ്റില്ല, ഡീസൻറ്റ് പെർഫോമൻസ്. 8GB RAM 120GBയുടെ ബേസ്, 8GB RAM 256GBയുടെ ടോപ്പ് വേരിയൻറ്റ്. രണ്ട് വേരിയൻസ് ആണ് ഇപ്പോൾ നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇനി പെർഫോമൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് പ്രോസസർ മാത്രമല്ലല്ലോ, അതിൻ്റെ കൂടെ ഓടുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം OS-ഉം. ആൻഡ്രോയിഡ് ആണ് OS എങ്കിലും നത്തിങ് OS എന്ന് പറഞ്ഞാൽ നത്തിങ്ങിൻ്റെ ഒരു സ്കിന്ന്
നമ്മുടെ UI, പിന്നെന്താ റിയൽമി UI, അല്ലെങ്കിൽ നമ്മുടെ IQ, ഫൺ ടച്ച് OS, കളർ OS, ഹൈഡ്രജൻ OS എന്നൊക്കെ പറയുന്ന കൂട്ട് ഒരു സ്കിന്ന് അവരിട്ടിട്ടുണ്ട്. ആ ഒരു സ്കിന്നിൽ കുറേ ട്വീക്കുകൾ അവർ വരുത്തിയിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി ആനിമേഷൻസൊക്കെ കുറച്ച് ഫാസ്റ്റ്നെസ് ഫീൽ ചെയ്യിക്കാനായിട്ട് പുതിയ സ്റ്റേറ്റസ് ബാറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അത് ട്രൈ ചെയ്യാനായിട്ടൊരു ലോഞ്ചർ ഇറക്കിയായിരുന്നു, നത്തിങ് ലോഞ്ചർ എന്ന് പറഞ്ഞിട്ട്. ഒരു ലോഞ്ചറിനകത്ത് നത്തിങ് വേറെ ഒന്നും ഉണ്ടായില്ല കാര്യമായിട്ട്. ചുമ്മാ കുറച്ച് ഐക്കണ്ട വലിപ്പം കൂട്ടാൻ കുറയ്ക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അല്ലാണ്ട് കാര്യമായിട്ട് എനിക്കൊന്നും തോന്നിയില്ല ആ ഒരു ലോഞ്ചർ ഉപയോഗിച്ചപ്പോഴും. സോ ലോഞ്ചർ വലിയ പ്രോമിസിംഗ് ഒന്നും അല്ലായിരുന്നു. സോ ആക്ച്വലി ഫോൺ ഫിസിക്കലി യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു കാര്യം അവർ പറഞ്ഞത് 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഗ്രേഡ്, 4 വർഷത്തെ ആൻഡ്രോയിഡിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്സ്, ഈ 2 കാര്യങ്ങളും തരും എന്നുള്ള കാര്യം പറഞ്ഞു. അത് ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഒട്ടുമിക്ക ഫോണുകളിലും അത്ര 3 വർഷമൊന്നും കിട്ടാറില്ല. എനിക്ക് തോന്നുന്നു സാംസങ്ങിന് മാത്രമാണ് 4 വർഷത്തോളം എന്തോ കിട്ടുന്നത്. സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് സാംസങ്ങും പിക്സലും കഴിഞ്ഞ് ഇതും നമുക്കൊരു 3 വർഷത്തിൻ്റെ അപ്ഗ്രേഡ്, 4 വർഷത്തിൻ്റെ ഇതും തരുന്നുണ്ട്. വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല, ബ്ലോട്ട്വെയർസ് ഒന്നും ഉണ്ടാവില്ല. ബ്ലോട്ട്വെയർസ് ഒന്നും ഉണ്ടാവില്ല എന്നല്ല, ചിലപ്പോൾ ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ, നത്തിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് ഉണ്ടാവാം. അല്ലാത്ത പക്ഷം വേറെ ബ്ലോട്ട്വെയർസ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് ആസ് ഓഫ് നൗ നമുക്കറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ 2 കുട്ടപ്പന്മാർ ക്യാമറ രണ്ടും 50 മെഗാ പിക്സൽ ആണെന്നൊരു റൂമർ വന്നുവെങ്കിലും ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത് പ്രൈമറി ക്യാമറ 50 മെഗാ പിക്സൽ, സെക്കൻഡറി ക്യാമറ 16 MP ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ്. ക്യാമറയുടെ ഫോട്ടോസിൻ്റെ സാമ്പിൾസ് നത്തിങ് തന്നെ അവരുടെ ട്വിറ്റർ അക്കൗണ്ടും അതേപോലെ വെബ്സൈറ്റിലൊക്കെ ഇട്ടിട്ടുണ്ടായി. ആ ഫോട്ടോസൊക്കെ കണ്ടിട്ട് എനിക്ക് വലിയ മോശമൊന്നും തോന്നിയില്ല. അത്യാവശ്യം നല്ല കളർ കാലിബ്രേറ്റഡ് ആയിട്ട് നല്ലൊരു ഔട്ട്പുട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. അവരെടുത്തിരിക്കുന്ന ഫോട്ടോസ് എല്ലാം പ്രൊഫഷണലി എടുത്ത ഫോട്ടോസ് പോലെ തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. റാൻഡം ആയിട്ട് പോയിട്ട് എടുത്ത പോലെയല്ല തോന്നിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നോർമൽ യൂസേഴ്സ് പോയി എടുക്കുമ്പോൾ അത്രയും ഒരു എക്സ്പെക്റ്റേഷൻ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉപയോഗിച്ചിട്ടില്ല, എന്തായാലും ജസ്റ്റ് ഞാനൊരു ഒപ്പീനിയൻ പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ പൊതുവേ നമ്മൾ കണ്ടിരിക്കുന്നത് ആൻഡ്രോയിഡ് ഫോണുകളിൽ ക്യാമറാസ് അത്യാവശ്യം നന്നായിട്ട് അവർ പ്രോസസ്സ് ചെയ്യാറുണ്ട്. അതായത് ഫോട്ടോ ചിലപ്പോൾ സെൻസർ മോശമാണെങ്കിലും പ്രോസസ്സിങ് വഴിയൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ പണി കിട്ടുന്നത് വീഡിയോ സെക്ഷനിലാണ്. വീഡിയോ സെക്ഷനിൽ ഇപ്പോൾ 778Gയുടെ കാര്യം നോക്കുവാണെങ്കിൽ A73 5Gയിലൊക്കെ, സാംസങ് A73 5Gയിലൊക്കെ നല്ല ഫോട്ടോ, നല്ല വീഡിയോ ഔട്ട്പുട്ടും കിട്ടുന്നുണ്ട്. അത്യാവശ്യം ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ആ ഒരു ഫോണിൽ നല്ലൊരു നമ്മൾ ക്യാമറ സാമ്പിൾ ടെസ്റ്റൊക്കെ നടത്തിയായിരുന്നല്ലോ, അത് കൊള്ളായിരുന്നു. സോ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ വൈസ് 4K 60 എടുക്കാനായിട്ട് പറ്റണം, അത്യാവശ്യം കളർ കാലിബ്രേറ്റഡ് ആയിട്ട് നല്ലൊരു ഔട്ട്പുട്ട് ലഭിക്കണം എന്നാണ്. കാരണം ആ ഒരു ഏരിയയിലാണ് മെയിനായിട്ടും ആൻഡ്രോയിഡ് പുറകിൽ പോകുന്നത്. അത് ഇമ്പ്രൂവ് ആക്കുവാണെങ്കിൽ ക്യാമറാസ് ആർ പ്രോമിസിങ്. അല്ലാണ്ട് ഈ ഒരു മാക്രോ ക്യാമറയും അതേപോലെ ഡെപ്ത് ക്യാമറയിലൊന്നും ഫോക്കസ് കൊടുക്കാതെ അവർ ഈ 2 ക്യാമറയിലും കൊടുത്തിരിക്കുന്ന നല്ല കാര്യം. ആക്ച്വൽ പെർഫോമൻസ് കണ്ടറിയണം. ഓക്കെ, ഇനി അടുത്ത ബാറ്ററി 4500 mAh ബാറ്ററിയാണ് ആസ് ഓഫ് നൗ പറഞ്ഞിരിക്കുന്ന. ഒരു സ്ലിം ഫോം ഫാക്ടറൊക്കെ കണ്ടിട്ട് അതിൽ കൂടുതൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. TUV സർട്ടിഫിക്കേഷനിൽ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അറിയാൻ കഴിഞ്ഞു. സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാനായിട്ട് പറ്റുന്നുള്ളൂ. 33 വാട്ടിൻ്റെ ചാർജർ ഇൻബോക്സ് വരുമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടായിരുന്നു. പക്ഷേ ബോക്സ് നമ്മളെല്ലാവരും ഇപ്പോൾ കണ്ടു കാണും. അത്ര കുഞ്ഞു ബോക്സിൽ 33 വാട്ടിൻ്റെ ചാർജറൊക്കെ കൊണ്ടുവരണമെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ചാർജർ ഉണ്ടാക്കാനുള്ള ടെക്നോളജി കണ്ടുപിടിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഒരു CD കേസ് പോലിരിക്കുന്ന പെട്ടിക്കകത്തൊരു 33 വാട്ട് ചാർജർ ഉണ്ടെന്ന്. USB കേബിൾ ഉണ്ടാവും, ഏത് Type C to Type C. പിന്നെ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് ചാർജർ മേടിക്കേണ്ടി വരും. അവിടെയും ചിലപ്പോൾ ചാർജർ ഉള്ള വേരിയൻറ്റും ചാർജർ ഇല്ലാത്ത വേരിയൻ്റൊക്കെ ഉണ്ടോ എന്നറിയില്ല. ഇനി ഫ്രീബീസ് എന്ന് എഴുതിയിരിക്കുന്ന കൂട്ടത്തിൽ ചാർജറാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഓക്കെ, ഇനി പ്രൈസിൻ്റെ കാര്യത്തിൽ ഇന്നാണല്ലോ ഈ ഒരു സാധനം പ്രീ ഓർഡറും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്, 12-ാം തീയതി. ഫ്ലിപ്കാർട്ടിൽ ലീക്കായ പ്രൈസ് എന്ന് പറയുന്നത് 34,999 റുപ്പീസാണ്. അത് പക്ഷേ ബണ്ടിലായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം ഇയർ വണ്ണും കൂടെ ചേർത്ത്. സോ എഫക്റ്റീവ് പ്രൈസ് നോക്കുവാണെങ്കിൽ 29,999 പ്രൈസ് പോയിന്റിലും HDFC കാർഡ് ഹോൾഡേഴ്സിന് 2,000 റുപ്പീസിൻ്റെ ഒരു ഡിസ്കൗണ്ടും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇയർ വൺ എല്ലാവരും മേടിക്കണമെന്നില്ല, പക്ഷേ ബണ്ടിൽ പാക്കേജ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. സോ അത്ര ഒരു 35,000 പ്രൈസ് പോയിന്റിൽ നമ്മൾ വെച്ച് നോക്കുവാണെങ്കിൽ ശരിയാണ്. ആ ഒരു പ്രൈസ് പോയിന്റിൽ AMOLED 120 Hz ഡിസ്പ്ലേ കിട്ടുന്നു, മെറ്റാലിക് ഫ്രെയിം കിട്ടുന്നു, ഗ്ലാസ് ബാക്ക് കിട്ടുന്നു, വയർലെസ്സും റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും കിട്ടുന്നു. പിന്നെ ഗ്ലിഫ് ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 33 വാട്ടിൻ്റെ ചാർജർ കിട്ടിയാൽ കൊള്ളാം. ഓവറോൾ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് വലിയ ഓവർ പ്രൈസ്ഡ് ആയിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ എടുത്ത് ചാടി മേടിക്കണമെന്ന് ഞാൻ പറയൂല, കാരണം കുറച്ച് റിവ്യൂസൊക്കെ കണ്ടു കഴിഞ്ഞ് മേടിക്കുക. ഇനിഷ്യലി കുറേ റിവ്യൂസ് എന്തായാലും വരും. ഇംഗ്ലീഷ് ചാനലുകളുടെയൊക്കെ കുറേ ഞാൻ കണ്ടു. അൺബോക്സ് തെറാപ്പിയൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കാണ് ഇന്ന് നേരത്തേക്ക് റിവ്യൂ ഒക്കെ ഇടാനായിട്ട്. അതൊക്കെ ക്യാമ്പയിൻ്റെ പാർട്ടുകളായിരിക്കാം, കാരണം അന്ന് നമ്മൾ കണ്ടാണല്ലോ കുറേ പേര് ലൈക്ക് ബാക്ക് സൈഡിൻ്റെ ലൈറ്റ് മാത്രം പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായി, പിന്നെ
ഗിവ് അവേയും കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായി. സോ അത് ഒരു ഓവർവ്യൂ ആയിരിക്കാം, ഇംപ്രഷൻസ് ആയിരിക്കാം. സോ ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കത് പർച്ചേസ് ചെയ്തിട്ട് നമുക്കൊരു പ്രൈമറി ഫോണായിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഒരു കുറച്ച് നാൾ കഴിഞ്ഞിട്ടുള്ള റിവ്യൂ ഇടാമെന്ന്. എന്തായാലും ഇത് ഈ വീഡിയോയ്ക്ക് 10K ലൈക്സ് വരുവാണെങ്കിൽ, ഈ വീഡിയോക്ക് ലൈക്ക് അടിക്കുക, 10K ലൈക്സ് വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഫോൺ പർച്ചേസ് ചെയ്ത് അത് യൂസ് ചെയ്തിട്ട് അത് യൂസ്ഡ് റിവ്യൂ നമ്മൾ ചാനൽ എന്തായാലും ഇടുന്നതായിരിക്കും. സോ ലെറ്റ്സ് ട്രൈ ഫോർ എ 10K. എനിക്കറിയേണ്ട ഒരു കാര്യം, നിങ്ങൾ 2000 രൂപ കൊടുത്ത് പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടോ, ഫോൺ ഇപ്പോൾ മേടിക്കുന്നുണ്ടോ, മേടിക്കുവാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളെ ഫോൺ മേടിക്കാനായിട്ട് പ്രേരിപ്പിച്ചത്? ഈ ഹൈപ്പിൻ്റെ കാര്യം വിട്ടിട്ട് പ്രാക്ടിക്കലി എന്താണ് നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്നുള്ള ജസ്റ്റ് താഴെ കമൻറ്റ് ബോക്സിൽ ഇരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് ഇവൻറ്റ് കഴിഞ്ഞിട്ട് വിശദമായിട്ട് ഇതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ നടത്താം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.